മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുകയാണ്. വിവിധ സ്പെഷ്യലിസ്റ്റുകളടങ്ങിയ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് വി.എസ്. ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വി.എസ്. അച്യുതാനന്ദൻ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, വി.എസിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണോ? കെ.പി. സുരേഷ്, അതീവ ഗുരുതരമായി തുടരുകയാണ് വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി. വിവിധ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് ഇപ്പോഴും പരിചരണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരവും മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അല്പസമയം മുമ്പാണ് ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. അതിനകത്ത് ആ മെഡിക്കൽ ബുള്ളറ്റിനാണ് വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് വി.എസ്. അച്യുതാനന്ദനെ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ആരോഗ്യസ്ഥിതി ഘട്ടം ഘട്ടമായി മോശമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെ ശ്വസനക്രിയ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പരിചരണത്തിലുള്ളത്. എന്തായാലും വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലും ഇത്തരത്തിൽ നിരീക്ഷണം നടന്നിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാതെ ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിലെ സ്ഥിതിയും സമാനമായ സ്ഥിതിയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം മകൻ അരുൺകുമാർ ചെറിയ ആശ്വാസമുണ്ട്, അതായത് ആരോഗ്യനിലയിൽ ചെറിയ മാറ്റമുണ്ട്, ചെറിയ ആശ്വാസമുണ്ട് എന്നത് രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തുടർന്ന് വീണ്ടും മോശമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കാൻ. എന്തായാലും ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന ഒരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.